സർവശക്തനായ ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം അതിയായി മഹത്വപ്പെടുമാറാകട്ടെ. കർത്താവിൽ പ്രിയരെ, നിങ്ങൾക്കേവർക്കും ജീസസ് വോയിസ് മെസ്സേജ് എന്ന പ്രഭാത ദൈവവചന ധ്യാന ശുശ്രൂഷയിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം. അല്പസമയ ധ്യാനത്തിന് ഒരു ചെറിയ വേദഭാഗം വായിക്കുന്നു. എബ്രായർ അധ്യായം 12 3 മുതൽ 6 വരെ. നിങ്ങളുടെ ഉള്ളിൽ ക്ഷീണിച്ച് മടുക്കാതിരിപ്പാൻ പാപികളാൽ തനിക്ക് നേരിട്ട ഇങ്ങനെയുള്ള വിരോധം സഹിച്ചവനെ ധ്യാനിച്ചുകൊള്ളുവിൻ. പാപത്തോട് പോരാടുന്നതിൽ നിങ്ങൾ ഇതുവരെ പ്രാണത്യാഗത്തോളം എതിർത്ത് നിന്നിട്ടില്ല. മകനെ, കർത്താവിൻ്റെ ശിക്ഷ നിരസിക്കരുത്. അവിടുന്ന് ശാസിക്കുമ്പോൾ മുഷിയുകയും അരുത്. കർത്താവ് താൻ സ്നേഹിക്കുന്നവനെ ശിക്ഷിക്കുന്നു, താൻ കൈക്കൊള്ളുന്ന ഏത് മകനെയും തല്ലുന്നു എന്നിങ്ങനെ മക്കളോടെന്ന പോലെ നിങ്ങളോട് സമ്പാദിക്കുന്ന പ്രബോധനം നിങ്ങൾ മറന്നു കളഞ്ഞുവോ? കർത്താവിൽ പ്രിയരെ, നാം വായിച്ചു കേട്ട എബ്രായ ലേഖനം 12-ാം അധ്യായം 3 മുതൽ 6 വരെയുള്ള വേദഭാഗങ്ങളിൽ പരിശുദ്ധാത്മാവ് നമ്മോട് സംസാരിക്കുന്നത് പ്രാർത്ഥനയോടെ ശ്രദ്ധിക്കാം. ഇവിടെ വേദഭാഗത്ത് ആദ്യമായി പറയുന്നത്, നാം ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ മടുത്തു പോകാതിരിക്കുവാൻ, മുഷിഞ്ഞു പോകാതിരിക്കുവാൻ നാം ദൈവപുത്രനായ ലോകരക്ഷകനെ ധ്യാനിക്കാനാണ്. ഇത് തന്നെയാണ് ഈ പ്രഭാത സന്ദേശത്തിൻ്റെയും ഉദ്ദേശവും ലക്ഷ്യവുമായിരിക്കുന്നത്. ജീവിതത്തിൽ അനേകർ ചെറുതും വലുതുമായ വിഷയങ്ങളിൽ മടുത്ത് ജീവിതം അവസാനിപ്പിക്കുന്നവരുണ്ട്. അതേ പ്രിയമുള്ളവരെ, അവരെ വീണ്ടും ജീവിതത്തിലേക്ക് കൈപിടിച്ച് നടത്തുവാൻ ഉദ്ദേശിച്ച് ലക്ഷ്യമിട്ട് ദൈവവചനം ലോകമെമ്പാടും ദൈവം തിരഞ്ഞെടുത്ത അവിടുത്തെ ദാസന്മാർ പ്രഘോഷിക്കുന്നു. ഇവിടെ വേദഭാഗത്ത് പാപത്തോട് പോരാടുന്നതിനെക്കുറിച്ചും രേഖപ്പെടുത്തിയിരിക്കുന്നു. പാപവും പുണ്യവും അഥവാ നന്മയും തിന്മയും ഇഴചേർന്ന് കിടക്കുകയാണ്. ഇവിടെ ഒരു പോരാട്ടം ഓരോ മനുഷ്യനും അത്യന്താപേക്ഷിതമാണ്. തിന്മയെ തള്ളുവാനും നന്മയെ കൊള്ളുവാനും അഥവാ സ്വീകരിക്കുവാനും നാം നമ്മെ തന്നെ സമർപ്പിക്കേണ്ടതുണ്ട്. അങ്ങനെ നാം നമ്മെ തന്നെ സമർപ്പിക്കുമ്പോഴാണ് നന്മയും കരുണയും നമ്മെ പിന്തുടരുവാൻ ഇടയാകുന്നു. ഒടുവിലായി നാം വായിച്ചു കേട്ട വേദഭാഗത്ത് കർത്താവിൻ്റെ ശാസനയും ശിക്ഷണവുമാണ്. മകനേ എന്നുള്ള ആ വിളി എത്ര ആശ്വാസമാണ് നമുക്ക് നൽകുന്നത്. പ്രത്യേകിച്ച് വിവിധ പരീക്ഷകളിൽ, വിവിധ ശോധനകളിൽ, വേദനകളിൽ, രോഗങ്ങളിൽ, ഭാരങ്ങളിൽ, പ്രതിസന്ധികളിൽ, ബുദ്ധിമുട്ടുകളിൽ ജീവിത ഭാരം പേറി തളർന്നിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ ഇൻപസ്വരം, മകനെ, മകളെ എന്ന് വിളിച്ചുകൊണ്ട് അവിടുന്ന് സംസാരിക്കുകയാണ്. ഇവിടെ കർത്താവ് മകനെ, മകളെ എന്ന് വിളിച്ചുകൊണ്ട് പറയുകയാണ്, കർത്താവ് സ്നേഹിക്കുന്നവരെ ശിക്ഷിക്കുന്നു, താൻ കൈക്കൊള്ളുന്ന മക്കളെ തല്ലുന്നു. എന്തിനാണ് താൻ സ്നേഹിക്കുന്നവരെ തല്ലുന്നത്, കൈക്കൊള്ളുന്നവരെ ശിക്ഷിക്കുന്നത്? അവരെ ശുദ്ധീകരിക്കുവാൻ, അവരെ വീണ്ടെടുക്കുവാൻ, അവരെ നന്നാക്കുവാൻ, അവരെ നിത്യതയിലേക്ക് കൈപിടിച്ച് നടത്തുവാൻ ദൈവം സ്നേഹിക്കുന്നവരെ ശാസിക്കുകയും ശിക്ഷിക്കുകയും ചെയ്യുന്നു. നമുക്കറിയാം, നമ്മുടെ പൂർവ്വപിതാക്കന്മാർ അനേക വിധമായ കഷ്ട നഷ്ട ശോധനകളിലൂടെ കടന്നുപോയി. എന്നാൽ അവരെല്ലാം പ്രിയം വച്ചിരുന്ന നിത്യതയിലെത്തുവാൻ കാരണമായി തീർന്നത് ഈ ലോകത്തിൽ അവർ നേരിട്ട കഷ്ടതയാണ്. അത് ദൈവിക ശാസനയുടെ പേരിലും ദൈവിക ശിക്ഷയുടെ പേരിലും അവർ അനുഭവിച്ചു എന്നുവരികിലും
ആ ശാസനയും ശിക്ഷണവും അവരെ നിത്യതയ്ക്ക് യോഗ്യരാക്കി തീർത്തു. അതുകൊണ്ട് ഇന്ന് വേദനയിൽ, ഭാരത്തിൽ, കഷ്ടത്തിലായിരിക്കുന്ന പ്രിയ സഹോദരങ്ങളെ, കർത്താവ് മകനെ, മകളെ എന്ന് വിളിച്ചുകൊണ്ട് സംസാരിക്കുകയാണ്. ദൈവത്തിൻ്റെ ശാസനയും ശിക്ഷയും നിരസിക്കാതിരിക്കാം. ആമേൻ.